ഒരു ബയോകെമിക്കൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റായ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ടെസ്റ്റ് പ്രൊസീജിയറും റിസൾട്ട് അനാലിസിസും പേഷ്യൻസ് എടുക്കേണ്ട കുറച്ച് പ്രിക്കോഷൻസൊക്കെ നോക്കേണ്ടതുണ്ട്. അതൊക്കെ എന്താ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് ഗ്ലൂക്കോസ് ടോളറൻസ്? ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ദി ബോഡി ടു യൂട്ടിലൈസ് ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൂക്കോസ് എന്താണ്? അതൊരു ഫ്യുവൽ മോളിക്യൂളാണ്. കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഡൈജഷനൊക്കെ കഴിഞ്ഞ് ഗ്ലൂക്കോസ് എത്തുന്നു. അപ്പോൾ ഈ ഡൈജഷൻ അബ്സോർപ്ഷനൊക്കെ കഴിഞ്ഞ് ബ്ലഡിൽ ഗ്ലൂക്കോസ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസുലിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻസുലിൻ ഹോർമോണിൻ്റെ പ്രസൻസ് അറിഞ്ഞ് സെൽസ് സർഫസിലുള്ള അല്ലെങ്കിൽ സെൽ മെംബ്രെയിനിലുള്ള ആ ഒരു ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ് ആക്റ്റീവ് ആവുകയും ബ്ലഡിൽ നിന്ന് സെൽസിനകത്തേക്ക് ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ഈ ഗ്ലൂക്കോസിൻ്റെ യൂട്ടിലൈസേഷൻ നടക്കുന്നത് സെൽസിനകത്ത് വെച്ചിട്ടാണ്. മെറ്റബോളിസം കഴിയുകയും എന്ന് പറഞ്ഞാൽ കാറ്റബോളിക് ആക്ടിവിറ്റീസ് കഴിഞ്ഞ് ATP പ്രൊഡ്യൂസ് ചെയ്യുകയും ബാക്കി വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള യൂട്ടിലൈസേഷൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ബാക്കി ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ടാകുമ്പോഴാണ് ഹൈപ്പർ ഗ്ലൈസീമിക് ആവുക, ഡയബറ്റിക് ആവാനൊക്കെ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന് എത്രത്തോളം നമ്മുടെ ശരീരം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഇനി യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. 2 തരത്തിൽ ഈ ഒരു ടെസ്റ്റ് പ്രൊസീഡ് ചെയ്യും. ഒന്ന് ഓറൽ GTT, രണ്ടാമത്തത് ഇൻട്രാവീനസ് GTT. ഓറൽ GTT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ ഹൈ കോൺസെൻട്രേഷൻ നമ്മൾ ഗ്ലൂക്കോസ് സൊല്യൂഷൻ കുടിക്കുകയാണ്. അതുവഴി ആ ഒരു ഗ്ലൂക്കോസിൻ്റെ യൂട്ടിലൈസേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നു. ഇൻട്രാവീനസ് GTT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിൽ ചിലവർക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ അബ്സോർപ്ഷൻ നടക്കണമെന്നില്ല. അപ്പം അങ്ങനെ കറക്റ്റായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കാത്ത പേഷ്യൻസിന് നമ്മൾ ഗ്ലൂക്കോസ് കുടിക്കാൻ കൊടുത്ത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഫാൾസ് റിസൾട്ട് കിട്ടും. അപ്പം അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഡയറക്റ്റായിട്ട് ബ്ലഡിലേക്ക് ഗ്ലൂക്കോസിന് ഇഞ്ചെക്റ്റ് ചെയ്യാണ് ചെയ്യുക. അതാണ് ഇൻട്രാവീനസ് GTT. ഇനി എപ്പോഴാണ് ഈ ഒരു ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നടത്തേണ്ടത്, അതിൻ്റെ എന്തൊക്കെ റീസൺസ് അല്ലെങ്കിൽ ഏതൊക്കെ പേഷ്യൻസിനാണ് ഈ ഒരു ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നോക്കാൻ പോണത്. പേഷ്യൻസ് വിത്ത് ട്രാൻസിയൻറ്റ് ഓർ സസ്റ്റൈൻഡ് ഗ്ലൈക്കോസൂറിയ who have no clinical symptoms of diagnostic. ഈ ഒരു കാര്യത്തിൽ പറയണത് പേഷ്യൻസിന് ഗ്ലൈക്കോസൂറിയ ഉണ്ട്, ഗ്ലൈക്കോസൂറിയയുടെ സിംറ്റംസ് ഉണ്ട്, പക്ഷേ ഡയബറ്റിക് അല്ല, ഡയബറ്റിക്കിൻ്റെ ക്ലിനിക്കൽ സിംറ്റംസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് യൂറിനിലെ പ്രസൻ്റാണ്. സാധാരണയുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഗ്ലൂക്കോസ് യൂറിനിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിലാണ് ഗ്ലൂക്കോസ് യൂറിനിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ഡയബറ്റിക് പേഷ്യൻസിനും ഹൈപ്പർ ഗ്ലൈസീമിക് പേഷ്യൻസ് അല്ലെങ്കിൽ റീനൽ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ഗ്ലൂക്കോസിൻ്റെ അളവ് യൂറിനിൽ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടീഷൻസിൽ നമ്മൾ GTT പ്രിസ്ക്രൈബ് ചെയ്യും. പക്ഷേ ഒരിക്കലും ക്ലിനിക്കൽ സിംറ്റംസ്, ഡയബറ്റിക്സിൻ്റെ സിംറ്റംസ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള പേഷ്യൻസിന് GTT നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യില്ല. കാരണം ഗ്ലൂക്കോസ് കുടിക്കുന്നത് വഴി അവരുടെ സിറ്റുവേഷൻ സിവിയർ ആവുകയുള്ളൂ. ഇനി തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൽ ഗ്ലൈക്കോസൂറിയ അല്ലെങ്കിൽ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഡയബറ്റിക്സ് ഉണ്ടെങ്കിലും പ്രഗ്നൻസി ടൈമിൽ ആ ഒരു ഡയബറ്റിക് കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിലും ഹോർമോൺ വേരിയേഷൻ കാരണം ഹൈപ്പർ ഗ്ലൈസീമിക് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കാൻ വേണ്ടി ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇനി ഒരാൾക്ക് ഡയബറ്റിക് ആവാൻ ചാൻസ് ഉണ്ടോ ഇല്ലേ, ഗ്ലൂക്കോസിന് എത്രമാത്രം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ അവർക്ക് അമ്മയ്ക്കോ അച്ഛനോ അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡയബറ്റിക് വന്നിട്ടുള്ളതാണ്. എന്നാൽ ഈ ഒരു പേഷ്യൻറ്റിന് അതിൻ്റെ സിംറ്റംസ് ഒന്നും ഇല്ല, പക്ഷേ ഇനി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, ഗ്ലൂക്കോസിന് എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾക്ക് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ടും GTT പ്രിസ്ക്രൈബ് ചെയ്യാനുണ്ട്. ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നടത്താൻ പാടില്ലാത്തത്? കൺഫേംഡ് ഡയബറ്റിക് പേഷ്യൻസിന് ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ GTT പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. ദെൻ ഡൗട്ട്ഫുൾ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഡയബറ്റിക് ആണോ അല്ലേ, ഗ്ലൈക്കോസൂറിയ ഒക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് യൂറിനിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡൗട്ട്ഫുൾ കേസിൽ മാത്രമേ GTT നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. ദെൻ അക്യൂട്ട് ഇല്ല, അല്ലെങ്കിൽ ഭയങ്കര വേറെ ഏതെങ്കിലും അസുഖങ്ങൾ കൊണ്ട് ഒരുപാട് വയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യില്ല. അതുപോലെ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ചെയ്യില്ല. പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസിന് ഡയബറ്റിക് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു GTT പ്രിസ്ക്രൈബ് ചെയ്യില്ല. ഡൗട്ട്ഫുൾ കേസിൽ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ സിംറ്റംസ്, ഡയബറ്റിക്കിൻ്റേതായിട്ടുള്ള ക്ലിനിക്കൽ സിംറ്റംസ് ഒന്നും ഇല്ലാത്ത, വേറെ സിവിയർ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരിലാണ് GTT പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. ഈ ഒരു ഓറൽ OGTT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിന് മുമ്പായിട്ട് പേഷ്യൻറ്റിനെ നമ്മൾ ആ ഒരു ടെസ്റ്റിലേക്ക് വേണ്ടിയിട്ട് സജ്ജാക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസം, ഇപ്പോൾ ടെസ്റ്റ് നടത്തുന്നതിൻ്റെ 3 ദിവസം മുമ്പ് തൊട്ടിട്ട് തന്നെ പേഷ്യൻസ് കാർബോഹൈഡ്രേറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഒരു 30 അല്ലെങ്കിൽ 50 ഗ്രാം മിനിമം അവരുടെ ഫുഡിൽ ഉണ്ടായിരിക്കണം, കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം. ബിക്കോസ് ആ ഒരു ടെസ്റ്റിൽ നമ്മൾ ഹൈ കോൺസെൻട്രേറ്റഡ് ഗ്ലൂക്കോസാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് മുൻപ് അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻ്റ് മുൻപൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിൻ്റെ അന്നാണ് ഹൈ കോൺസെൻട്രേഷൻ എടുക്കണമെങ്കിലും ഫാൾസ് റിസൾട്ട് കാണിക്കും. അപ്പോൾ ഓൾറെഡി ശരീരത്തിൽ നോർമലായിട്ടുള്ള അളവിൽ കാർബോഹൈഡ്രേറ്റ് കിട്ടിയിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ടെസ്റ്റ് ആക്യുറേറ്റ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഫാൾസ് റിസൾട്ട് കാണിക്കും. ഇനി നമ്മൾ ഒരുപാട് എക്സസൈസ് ഒന്നും ചെയ്യാൻ പാടില്ല. ടെസ്റ്റിന് മുമ്പ് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യേണ്ട അന്നോ തലേ ദിവസമൊന്നും നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യണത് ഒഴിവാക്കണം. ബിക്കോസ് ആ ഒരു എക്സസൈസ് ചെയ്യണതും ഗ്ലൂക്കോസിൻ്റെ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ മെറ്റബോളിസത്തിനെ അഫക്റ്റ് ചെയ്യും. ദെൻ സ്മോക്കിംഗ് ചെയ്യാൻ പാടില്ല. ഒരു 12 അല്ലെങ്കിൽ 10 അവർ കണ്ടിന്യൂസ് ഫാസ്റ്റിംഗ് വേണം. നമ്മൾ രാത്രി ഇപ്പോൾ ഈ ഒരു പേഷ്യൻസിനെ ഒരു ഡിസ്കംഫർട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഒരു 8 മണിക്ക് ഭക്ഷണം കഴിച്ച് കിടന്നാൽ പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ 8 മണിക്കോ 9 മണിക്കോ ആണ് ടെസ്റ്റ് പ്രൊസീഡ് ചെയ്യുക. അപ്പം അത്രയും നേരം നമ്മൾ രാവിലെ എണീറ്റ് വെള്ളമൊക്കെ കുടിക്കാം, അല്ലാതെ കോഫി അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസായിട്ട് ഒന്നും കഴിക്കാൻ പാടില്ല, ഒന്നും കഴിക്കാനും പാടില്ല, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാനും പാടില്ല. ഫാസ്റ്റിംഗ് ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-12 മണിക്കൂർ നമ്മൾ ഭക്ഷണമൊന്നും കൊടുക്കാൻ പാടില്ല. എന്നാൽ മാത്രമേ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലൂക്കോസിൻ്റെ യൂട്ടിലൈസേഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 3 ദിവസം മുമ്പ് തന്നെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിച്ച് ബോഡിക്ക് ആ ഒരു യൂട്ടിലൈസേഷനൊക്കെ കറക്റ്റാക്കി. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടല്ല കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് കഴിക്കുന്നത്, അതിന് മുമ്പേ തന്നെ നമ്മുടെ ബോഡീനെ നമ്മൾ അതിലേക്ക് വേണ്ടി സജ്ജാക്കണം. ദെൻ രണ്ടാമത്തെ കാര്യം, സ്മോക്കിംഗ് ഒക്കെ ഒഴിവാക്കുക. 2 ദിവസം മുമ്പ് തന്നെ എക്സസൈസൊക്കെ ഒരുപാട് സിവിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എക്സസൈസ് ഒന്നും ചെയ്യാൻ പാടില്ല. അതും ഗ്ലൂക്കോസിൻ്റെ യൂട്ടിലൈസേഷനെ കൺട്രോൾ ചെയ്യും, റെഗുലേറ്റ് ചെയ്യും. പിന്നെ ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസത്തിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിസിൻസ് ഒന്നും കഴിക്കാൻ പാടില്ല. ഈ ഒരു ടെസ്റ്റിന് മുമ്പായിട്ട് മെഡിസിൻസ്, അത്തരത്തിലുള്ള സ്റ്റീറോയിഡ് മെഡിസിൻസൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇനി എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ 12 മണിക്കൂർ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് രാവിലെ 8 മണിക്കാണ്, അല്ലെങ്കിൽ 8 മണിക്ക് 9 മണിക്ക് ആ ഒരു ടൈമിലാണ് തുടങ്ങുക. അതാണ് പേഷ്യൻസിന് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടൈം. അപ്പം അങ്ങനെ രാവിലെ 8 മണിക്ക് പേഷ്യൻ്റ് ഫാസ്റ്റിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരുടെ ബ്ലഡ് സാമ്പിളും യൂറിൻ സാമ്പിളും കളക്ട് ചെയ്യണം. ഒന്നും ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഒന്നും കൊടുക്കാതെ തന്നെ ഫസ്റ്റ് അവരുടെ ഫാസ്റ്റിംഗ് ടൈമിലുള്ള ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂറിൻ സാമ്പിളും ബ്ലഡ് സാമ്പിളും കളക്ട് ചെയ്യണം. ഇത് 0 സാമ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മെഷർ ചെയ്യണത്. ഇനി സാമ്പിൾ എടുത്ത് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത് 75 ഗ്രാം അൺഹൈഡ്രസ് ഗ്ലൂക്കോസ് 250 അല്ലെങ്കിൽ 300 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളിത് കുടിച്ച് തീർക്കണം. അപ്പോൾ ആ ഒരു ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ഇനി ചിലർക്ക് അത്രയും മധുരം ചെല്ലുമ്പോൾ വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഹൈ ഷുഗർ സൊല്യൂഷനാണ് നമ്മൾ ഈ ഒരു 0 സാമ്പിൾ കളക്ട് ചെയ്തതിന് ശേഷം കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ 30 മിനിറ്റ്സിൽ റിസൾട്ട് എടുക്കാൻ തുടങ്ങും, ആ ഒരു സാമ്പിൾ കളക്ട് ചെയ്യാൻ തുടങ്ങും. ഇനി
ഇതൊരു 75 ഗ്രാം പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത് അഡൾട്ട് പേഷ്യൻസിനാണ്. കാരണം അവർക്ക് നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണ് നമ്മളിത് പ്രിസ്ക്രൈബ് ചെയ്യുക. 43 കിലോയിലും കുറവുള്ള ആൾക്കാർക്ക് ഈ ഒരു 75 ഗ്രാം നമ്മൾ കൊടുക്കില്ല. കാരണം അത് അവർക്ക് ഫോൾസ് റിസൾട്ട് ഉണ്ടാക്കും. അപ്പോൾ അതിലും കുറവേ ആ ഒരു 43 കിലോഗ്രാമിന് കുറവുള്ള പേഷ്യൻസിന് കൊടുക്കുള്ളൂ. ഇനി കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഇത്രയ്ക്കധികം കൊടുക്കില്ല. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ 1.7 ഗ്രാം പെർ കിലോഗ്രാം അവരുടെ ബോഡി വെയ്റ്റിന് ആനുപാതികമായിട്ടുള്ള മെഷർമെൻറ്റിൽ മാത്രമേ ഗ്ലൂക്കോസ് കൊടുക്കുള്ളൂ. ഇനി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു 30 മിനിറ്റ്സ് ഇൻ്റർവെല്ലിൽ ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ബ്ലഡ് സാമ്പിളും യൂറിൻ സാമ്പിളും നമ്മൾ കളക്ട് ചെയ്യും. 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ ഒരു ഗ്ലൂക്കോസ് അഡ്മിനിസ്ട്രേഷന് ശേഷം നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. അത് 30 മിനിറ്റ്സ് കൂടുമ്പോഴുള്ള ഒരു സാമ്പിൾ കളക്ഷൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമ്മൾ അപ്പോൾ കളക്ട് ചെയ്യണം. ഒരു ചാർട്ടിൽ നമ്മൾ എഴുതിയെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ഈ ഒരു കർവിനെ പറയുന്ന പേരാണ് ഗ്ലൂക്കോസ് ടോളറൻസ് കർവ്. അപ്പോൾ ഇതാണ് ആ ഒരു നമ്മൾക്ക് 2-3 മണിക്കൂർ ശേഷത്തിനുള്ള റിസൾട്ട് വെച്ച് നമ്മൾ വരച്ച ഒരു പ്ലോട്ടാണിത്. അപ്പോൾ താഴെ എക്സ് ആക്സിസിലെ ടൈം ഇൻ അവർ നമ്മൾ 30 മിനിറ്റ്സ് കൂടുമ്പോഴുള്ള ഒരു ടൈമാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. വൈ ആക്സിസിലെ ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ. ഇനി ഇതിലെ നോർമലായിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ പ്ലോട്ട് ഉണ്ട്. ദെൻ ലാഗ് കർവ് ഉണ്ട്. മോഡറേറ്റ് ഡയബറ്റിക് മെലിറ്റസ് ഉള്ള പേഷ്യൻസിൻ്റെ പ്ലോട്ട് ഉണ്ട്. സിവിയർ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ പ്ലോട്ട് ഉണ്ട്. ഇതൊക്കെ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഗ്ലൂക്കോസ് ടോളറൻസിന് നോർമലായിട്ടുള്ള ഒരു റേഞ്ച് ഉണ്ട്. ഫാസ്റ്റിംഗ് ടൈമിൽ 70 to 110. ദെൻ ഭക്ഷണം കഴിച്ച് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ അത് പീക്ക് പോയിന്റിലെത്തും. ഒരു 150-140 മില്ലിഗ്രാം പെർ DL എത്തും. അത് കഴിഞ്ഞ് 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അത് 120 ആവും. ദെൻ 110 ആവും. ദെൻ അത് 90 ആയി. ദെൻ അത് 70 ആവും. അങ്ങനെ കുറഞ്ഞ് ഒരു 3 മണിക്കൂറാകുമ്പോഴേക്കും ഒരു 70-80 ആ ഒരു മില്ലിഗ്രാം പെർ DL ആ ഒരു ലെവലിലേക്ക് എത്തും. ഇനി അതിനേക്കാൾ ഡിക്രീസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ടോളറൻസ് കാണണത് ബോഡി ഒരുപാട് ഡിക്രീസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ടോളറൻസ് വന്നിട്ടുണ്ടെങ്കിൽ ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഗ്ലൂക്കോസിനെ ടോളറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ സെൽസിന് യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുമ്പോഴാണ് ഡിക്രീസ്ഡ് കാർബോഹൈഡ്രേറ്റ് ടോളറൻസ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനെ ഹൈപ്പർഗ്ലൈസീമിക് പേഷ്യൻസിനൊക്കെ ഡിക്രീസ്ഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ അവർ സെൽസിനെ ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡിൽ സ്റ്റിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇൻക്രീസ്ഡ് ലെവലിലായിരിക്കും. ഇനി ഒരുപാട് സെൽസ് ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയും. ഹൈപ്പോഗ്ലൈസീമിക് എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കുറയുന്ന കണ്ടീഷനാണ് ഹൈപ്പോഗ്ലൈസീമിക്. സെൽസ് ഒരുപാട് ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേഷ്യൻസ് ഹൈപ്പോഗ്ലൈസീമിക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള ആ ഒരു കർവാണ് ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് ടോളറൻസ്. ഇനി ഏതൊക്കെ കണ്ടീഷൻസിനെ അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിൽ ഈ ഒരു കർവ് കിട്ടുമെന്ന് വെച്ചാൽ ഹൈപ്പോപിറ്റ്യൂട്ടറിസം, ദെൻ ഹൈപ്പർ ഇൻസുലിനിസം, ഹൈപ്പോതൈറോയിഡിസം, അങ്ങനത്തെ ഉള്ള ഇത്തരം സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഇത്തരം ഡിസീസ് സ്റ്റേറ്റിലൊക്കെ ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് ടോളറൻസ് കാണാൻ ചാൻസ് ഉണ്ട്. ഒരു നോർമൽ ആയിട്ടുള്ള ആൾക്ക് GTT എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന മെഷർമെൻറ്റ്സ് ആണ് ഇതിലുള്ളത്. അപ്പോൾ സീറോ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ടൈം സാമ്പിൾ എടുക്കുമ്പോൾ ബ്ലഡിൽ 90 മില്ലിഗ്രാം പെർ DL അല്ലെങ്കിൽ 90 to 110 വരെ വരും. ഇനി 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ ഡൈജഷനൊക്കെ കഴിഞ്ഞ് അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു ഇൻക്രീസ് ഉണ്ടാവും. സഡൻ ഇൻക്രീസ് അല്ല, ഒരു 30 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് അബ്സോർപ്ഷനൊക്കെ നടക്കുന്നേ ആവണുള്ളൂ. അപ്പോൾ ഒരു 100 മില്ലിഗ്രാം എന്നാലും ഇൻക്രീസ് ആവുകയാണ് ചെയ്യുക. ദെൻ 1 മണിക്കൂർ ആകുമ്പോൾ പീക്ക് പോയിന്റിലെത്തും. അബ്സോർപ്ഷൻ എല്ലാം കഴിഞ്ഞ് ബ്ലഡിലേക്ക് ഷുഗറിൻ്റെ അളവ് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള അളവിൽ എത്തിച്ചേരും. അപ്പോൾ പീക്ക് പോയിന്റ് കിട്ടും 150 മില്ലിഗ്രാം പെർ DL. ദെൻ 90 മിനിറ്റ്സ് കഴിഞ്ഞ് അതായത് 1.5 മണിക്കൂറൊക്കെ ആകുമ്പോൾ ഡൈജഷൻ കഴിഞ്ഞ് അബ്സോർപ്ഷനും കഴിഞ്ഞ് സെൽസ് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഇൻസുലിനൊക്കെ പ്രൊഡ്യൂസ് ആവാൻ തുടങ്ങും. അപ്പോൾ 120 ആയി, കുറഞ്ഞു. ദെൻ 2 മണിക്കൂറാകുമ്പോൾ അതിനേക്കാളും കുറഞ്ഞു. ദെൻ
2.5 മണിക്കൂറാകുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ നോർമൽ ആവാൻ തുടങ്ങി. ഗ്ലൂക്കോസിൻ്റെ അളവ് ബ്ലഡിൽ നോർമൽ ആവാൻ തുടങ്ങി. ദെൻ 3 മണിക്കൂറാകുമ്പോൾ ഫാസ്റ്റിങ്ങിനേക്കാളും കുറഞ്ഞു. ആ ഒരു ഫാസ്റ്റിംഗ് 0 സാമ്പിളിനേക്കാളും കുറഞ്ഞു. ഇതാണ് ഒരു നോർമൽ GTT. ഇനി യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നിലും ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് ഒരു നോർമൽ GTT കർവ്. ഈ ഒരു കർവിൻ്റെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കർവ് ഇങ്ങനെയാണ് ലഭിക്കുക. ഒരു 90-ലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ദെൻ അത് 70-ൽ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ അത് 70-ൽ റീച്ച് ചെയ്യും. ഇതാണ് പീക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 150, 140 ആണ് പീക്ക് പോയിന്റിൽ വരിക. ദെൻ അത് കുറയും. അപ്പോൾ 90, 150, 70 ഈ ഒരു റേഞ്ചിലാണ് ആ ഒരു കർവ് പോവുക. അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക? ഫാസ്റ്റിംഗ് ടൈമിൽ സാധാരണ ലെവലായിരിക്കും. ഗ്ലൂക്കോസിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ 90 to 110 ആ ഒരു റേഞ്ചിൽ വരും. ഇനി ഗ്ലൂക്കോസ് കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡൈജഷൻ അബ്സോർപ്ഷനൊക്കെ കഴിഞ്ഞ് 1 hour ആകുമ്പോൾ പീക്ക് ലെവലിലെത്തും. അപ്പോൾ നമുക്ക് ആ ഒരു 150, 140 ലെവലിൽ മെഷർമെൻറ്റ് കിട്ടും. ഇനി ആ ഒരു ഹയർ ഗ്ലൂക്കോസിൻ്റെ അളവ് കാണുമ്പോൾ ഇൻസുലിൻ സെക്രീഷൻ നടക്കുകയും ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് സെൽസിനകത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ദെൻ അവിടെ മെറ്റബോളിസം ഒക്കെ നടക്കുമ്പോൾ ആ ഒരു ലെവൽ ഡിക്രീസായിട്ട് വരും. ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു വരും ആ ഒരു 1 മണിക്കൂറിന് ശേഷം. ദെൻ 3 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ആകുമ്പോൾ ബാക്ക് ടു നോർമൽ ആവും. ഇനി എന്താണ് ഒരു ഡയബറ്റിക് പേഷ്യൻസിൻ്റെ കർവ് എന്ന് നോക്കാം. ഫാസ്റ്റിംഗ് ലെവലിൽ തന്നെ അവർക്ക് 200 mg/dl ആണ് എന്ന് പറഞ്ഞാൽ 140 ആണ് നമ്മുടെ മാക്സിമം അല്ലേ? ആ ഒരു നോർമലിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ 140 ആണ്. അപ്പോൾ അതിനേക്കാളും എത്രയോ മുകളിലാണ് 200 കിടക്കുന്നത്. അപ്പോൾ ഫാസ്റ്റിങ്ങിൽ തന്നെ ഇത്രയാണ്, ഈ ഒരു ഇൻക്രീസ്ഡ് റേറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഗ്ലൂക്കോസ് കൊടുത്തു കഴിഞ്ഞു 30 minutes കഴിഞ്ഞപ്പോൾ എഗെയിൻ റേസായി 225. 60 minutes അതായത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പീക്ക് പോയിൻ്റായി. അബ്സോർപ്ഷനൊക്കെ കഴിഞ്ഞ് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഇൻക്രീസ്ഡ് ലെവലിലായി. അപ്പോൾ 350 അതാണ് പീക്ക് പോയിൻ്റ്. ദെൻ 1.5 മണിക്കൂർ കഴിയുമ്പോൾ 300. എഗെയിൻ 30 minutes കഴിഞ്ഞാൽ 275, 250, 225. നമ്മൾ നോർമലായിട്ടുള്ള ഒരാളുടെ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എത്രയാണ് കിട്ടിയത്? ഫാസ്റ്റിങ്ങിനേക്കാളും കുറഞ്ഞിട്ടാണ് അതിൻ്റെ വാല്യൂ കിട്ടിയത്. എന്നാൽ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ഗ്ലൂക്കോസ് അതായത് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ 3 മണിക്കൂർ കഴിയുമ്പോഴും അത് നോർമൽ ആവില്ല. ഇനി എല്ലാ യൂറിൻ സാമ്പിളും എടുത്ത് നോക്കിയാൽ എല്ലാ സാമ്പിളിലും ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ കർവ്. 200-ൽ തുടങ്ങും, ഒരു 400 അല്ലെങ്കിൽ 350 റേഞ്ചിൽ പീക്ക് പോയിൻ്റ് വരും. ദെൻ 3 മണിക്കൂർ കഴിയുമ്പോഴും അത് നോർമലിൽ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ലെവലിലേക്ക് വരില്ല, അതിനേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ വാല്യൂ. എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം? ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യിക്കാനുള്ള ഇൻസുലിൻ്റെ സെക്രീഷൻ അവിടെ നോർമൽ അല്ലായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആയിരിക്കാം. അപ്പോൾ ഒരു ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1, ടൈപ്പ് 2-ലൊക്കെ ഇൻസുലിൻ സെക്രീഷനെ തടസ്സപ്പെടുത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്. കാരണം ഇൻസുലിൻ നോർമൽ ലെവലിൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് നടക്കില്ല? ആ ഒരു കറക്റ്റ് എമൗണ്ടിൽ യൂട്ടിലൈസേഷൻ നടക്കില്ല. സെൽസ് യൂട്ടിലൈസ് ചെയ്താൽ പോലും ബാക്കി ഇനിയും ഒരുപാട് ഗ്ലൂക്കോസ് ബ്ലഡിൽ റിമൈൻ ചെയ്യും. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ടെസ്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ സാമ്പിൾ എടുക്കുമ്പോൾ അവിടെ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് നോർമലിനേക്കാളും കൂടിയ ലെവലിൽ തന്നെയാണ് കാണിക്കുക. ഇനി റീനൽ ഗ്ലൈക്കോസൂറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള, ഇനി ഡയബറ്റിക് അല്ല ഹൈപ്പർ ഗ്ലൈസീമിക് അല്ലാത്ത പേഷ്യൻസിലും ഗ്ലൂക്കോസ് യൂറിനിൽ കണ്ടുപിടിക്കാറുണ്ട്, ആ ഒരു പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നി ഫെയിലിയർ ആവാം അതിൻ്റെ ചാൻസ്. ബിക്കോസ് നമ്മളുടെ കിഡ്നിയാണ് എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസിനെയും ബ്ലഡിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മിനറൽസും ഗ്ലൂക്കോസും എല്ലാം ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്. പക്ഷേ ഫിൽറ്ററിങ് ചെയ്ത്
ഗ്ലോമർലെസ്സിൽ വെച്ച് ഫിൽട്രേഷൻ കഴിഞ്ഞ് പ്രോക്സിമൽ ട്യൂബ്യൂൾസിൽ വെച്ചിട്ട് ഗ്ലൂക്കോസിനൊക്കെ ഈ മിനറൽസിനും ഗ്ലൂക്കോസിനൊക്കെ റീഅബ്സോർപ്ഷൻ ചെയ്യും. കാരണം അത് ഫ്യൂവൽ മോളിക്യൂൾസ് ആണ്, നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് എക്സ്ക്രീറ്റ് ചെയ്ത് കളയില്ല. എന്നാൽ കറക്റ്റ് ഫിൽട്രേഷൻ നടന്നില്ല അല്ലെങ്കിൽ കറക്റ്റ് റീഅബ്സോർപ്ഷൻ നടന്നില്ലെങ്കിൽ ഗ്ലൂക്കോസ് എക്സ്ക്രീറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇത്തരം സിറ്റുവേഷനിൽ കിഡ്നി ഫെയിലിയർ, റീനൽ ഫെയിലിയർ ആവുമ്പോൾ ഗ്ലൂക്കോസിനെ റീഅബ്സോർപ്ഷൻ ചെയ്യാൻ പറ്റാതെ എക്സ്ക്രീറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇനി അവരുടെ കർവ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സാമ്പിൾസ് നോക്കാം. ഫാസ്റ്റിംഗ് സാമ്പിളിൽ 90 എന്ന് പറഞ്ഞാൽ നോർമൽ തന്നെ ആയിരിക്കും. 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ 130 ആകുന്നുണ്ട്. ദെൻ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 150, 140. അപ്പോൾ ആ 1 മണിക്കൂറിൽ പീക്ക് ലെവൽ കാണിക്കുന്നുണ്ട്. ബ്ലഡ് ഗ്ലൂക്കോസ് പീക്ക് ലെവലിൽ കാണിക്കും. ഇത് നോർമലായിരിക്കും എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമലാണ്. അതിൽ ഹൈപ്പോഗ്ലൈസീമിക്കോ ഒന്നുമല്ല. ആ ഒരു നോർമൽ ലെവലിൽ തന്നെ ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞാലും ബാക്ക് ടു നോർമൽ 90 to 110 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കിട്ടുന്നത്. ഇതിലെവിടെയും ഡയബറ്റിക്കിനുള്ള ഒരു ചാൻസ് ഒന്നും ഇല്ല. പക്ഷേ ഗ്ലൂക്കോസിൻ്റെ അളവ് യൂറിനിൽ പ്രസൻ്റ് ആണ്. ഫാസ്റ്റിങ്ങിലും ഇല്ല, 3 മണിക്കൂർ കഴിയുമ്പോഴും ഇല്ല. പക്ഷേ അല്ലാത്തുള്ള എല്ലാ ടൈം ഇൻ്റർവെൽസിലും യൂറിനിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം റീഅബ്സോർപ്ഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് എക്സ്ക്രീറ്റ് ചെയ്ത് പോകാൻ ചാൻസ് വരുന്നത്. അപ്പം അത്തരത്തിലുള്ള പേഷ്യൻസിൻ്റെ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ അവരുടെ കിഡ്നിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതാണ് റീനൽ ഗ്ലൈക്കോസൂറിയയിൽ GTT ചെയ്ത് കിട്ടുന്നത് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുക. ഇനി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ലിമിറ്റ്സിലാണെങ്കിൽ പോലും, ഗ്ലൂക്കോസ് ടോളറൻസ് കർവ് നോർമൽ ആണെങ്കിൽ പോലും എന്ത് വരാം? ഗ്ലൂക്കോസ് യൂറിനിൽ പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ അത് റീനൽ ഫെയിലിയർ ആണെന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മേ ബി ഡയബറ്റിക് മെലിറ്റസിൻ്റെ ഏർലി സ്റ്റേജസ് ആയിരിക്കാം. അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനെ ഡയബറ്റിക് ആ ഒരു സിംറ്റംസ് കാണിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം. റീനൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ആയിരിക്കാം. എന്തെങ്കിലും പോയ്സൺ ആയതുകൊണ്ട് കറക്റ്റ് അബ്സോർപ്ഷൻ നടക്കാത്തതുകൊണ്ടായിരിക്കാം. അപ്പം ഇത്തരത്തിലുള്ള സിംറ്റംസൊക്കെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റീസൺസൊക്കെയാണ് റീനൽ ഗ്ലൈക്കോസൂറിയയ്ക്ക് കാരണം. ഇനി അടുത്തൊരു ഇതാണ് ലാഗ് കർവ്. ലാഗ് കർവിൽ നമ്മൾ ഫാസ്റ്റിംഗ് ടൈമിൽ നോർമൽ തന്നെ ആയിരിക്കും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ദെൻ 30 മിനിറ്റ് കഴിയുമ്പോൾ പീക്ക് പോയിന്റിലെത്തും. 60 മിനിറ്റ് കഴിയുന്ന 1 മണിക്കൂർ എത്തുമ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു ലാഗ് കർവ് എന്ന് പറഞ്ഞാൽ സഡൻ ഇൻക്രീസ് ആണ്. 1 മണിക്കൂർ, അതായത് അബ്സോർപ്ഷൻ ചെയ്ത് മാക്സിമം എത്തും. എല്ലാ ഗ്ലൂക്കോസിനെ അബ്സോർപ്ഷൻ ചെയ്ത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് പീക്ക് ലെവലിലെത്തും 1 ഹവറിൽ. ദെൻ അത് 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അത് സഡനായിട്ട് ഡിക്രീസ് ചെയ്ത് ആ ഒരു നോർമൽ റേഞ്ചിൽ തന്നെ 3 മണിക്കൂർ കഴിയുമ്പോൾ എത്തും. ഫസ്റ്റ് 30 to 60 മിനിറ്റ്, അതായത് ആ 1 ഹവറിൽ ഗ്ലൂക്കോസ് യൂറിനിൽ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇതാണ് ലാഗ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ലേഡീസിനുണ്ടാകും, ഹൈപ്പോതൈറോയിഡ്സ് ഉള്ള പേഷ്യൻസിനുണ്ടാകും, ദെൻ ഏർലി ഡയബറ്റിക് മെലിറ്റസ് ഒക്കെ ഉള്ള ആ ഒരു ഡയബറ്റിക്കിൻ്റെ സിംറ്റംസ് കാണിക്കുന്ന, എന്നാൽ ഡയബറ്റിക് ആവാൻ ചാൻസ് ഉള്ള പേഷ്യൻസിനൊക്കെ ഈ ഒരു ലാഗ് കർവ് കാണിക്കാറുണ്ട്. ഈ ഒരു ലാഗ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് ഇൻക്രീസ് ആണ്. 1 മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു 1 മണിക്കൂർ വരെ റാപ്പിഡ് പീക്ക് പോയിന്റിലെത്തിയിട്ട് പിന്നെ നോർമൽ ലെവലിലേക്ക് തിരിച്ചു വരുന്നു. ആ 1 മണിക്കൂറിലാണ് ആ ഒരു ഡയബറ്റിക് ലെവലിലേക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് എത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ഇനി എന്താണ് IV ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ എന്ന് നോക്കാം. ഇത് ചെയ്യുന്ന കാര്യങ്ങൾ, സാമ്പിൾ കളക്ഷനൊക്കെ സെയിം ആണ്. പക്ഷേ കൊടുക്കുന്ന ഗ്ലൂക്കോസിൻ്റെ ലെവലിലും സാമ്പിൾ എടുക്കുന്ന ടൈമിലുമാണ് IVക്ക് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ എന്താ നോക്കാം.
ഈ ഒരു പേഷ്യൻസിന് നല്ല ഇൻട്രാവീനസ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യാൻ കാരണം തന്നെ അവർക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ അബ്സോർപ്ഷൻ നടക്കാത്തതാണ്. അപ്പം അങ്ങനെ അബ്സോർപ്ഷൻ നടക്കാത്ത പേഷ്യൻസിലാണ് ഈ ഒരു IVGTT പ്രിസ്ക്രൈബ് ചെയ്യണത്. എന്താണ് അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. 25 gram അൺഹൈഡ്രസ് ഗ്ലൂക്കോസ് 100 ml ഡിസ്റ്റൽഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചിട്ട് ഇഞ്ചക്ഷൻ വഴി ഡയറക്റ്റ് ബ്ലഡിലേക്ക് കൊടുക്കുകയാണ്. ഇനി 5 മിനിറ്റിൽ സ്ലോ ആയിട്ടാണ് ഇഞ്ചക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കൂടുമ്പോഴാണ് ബ്ലഡ് ടെസ്റ്റ് നടത്തുക. കാരണം അവിടെ നമ്മൾ ഓറലി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡൈജഷൻ കഴിയണം, അബ്സോർപ്ഷൻ കഴിയണം. എന്നാൽ ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് ബ്ലഡിലേക്കാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും ടൈം ഇൻ്റർവെല്ലിൻ്റെ കാര്യം തന്നെ ഇല്ല. നമുക്ക് 10 മിനിറ്റ് കൂടുമ്പോൾ ആ ഒരു വാല്യൂസ് എടുക്കാം. മാക്സിമം അവിടെ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസിലാണെങ്കിൽ 3 മണിക്കൂറാണ്. എന്നാൽ ഇവിടെ അതിൻ്റെ 1 മണിക്കൂറിൽ നമുക്ക് കംപ്ലീറ്റ് മെഷർമെൻറ്റും കിട്ടും. ഇനി എങ്ങനെ നമുക്ക് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം? 90 മിനിറ്റ്സിൽ ആ ഒരു ഗ്ലൂക്കോസ് ലെവൽ റിട്ടേൺ ടു നോർമലിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. കാരണം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് 1.5 മണിക്കൂറാകുമ്പോൾ 1 മണിക്കൂറിലാണ് പീക്ക് പോയിൻ്റ് കാണിക്കുക. ആ 1.5 മണിക്കൂറാകുമ്പോൾ അത് ബാക്ക് ടു നോർമൽ ആവാൻ ശ്രമിക്കും, ഗ്ലൂക്കോസിൻ്റെ യൂട്ടിലൈസേഷൻ നടന്നിട്ട്. അപ്പോൾ നോർമൽ ഇൻഡിവിജ്വലിൽ ഒരു 90 മിനിറ്റ്സ് 1.5 മണിക്കൂറാകുമ്പോൾ അത് ബാക്ക് ടു നോർമൽ ആവാൻ വരും. ബാക്ക് ടു നോർമൽ ആകാൻ ശ്രമിക്കുന്നില്ല, ആ ഒരു ഡയബറ്റിക് ലെവലിൽ അല്ലെങ്കിൽ 200 ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡയബറ്റിക് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി ഡയബറ്റിക് പേഷ്യൻസിന് ആ ഒരു ലെവൽ ഡിക്രീസ് ചെയ്യണത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. ഇനീഷ്യൽ വാല്യൂസ് 120 മിനിറ്റ്സിൽ നോർമൽ പേഷ്യൻറ്റിൽ റീച്ച് ആവും. എന്നാൽ ഡയബറ്റിക് പേഷ്യൻസിൽ 3 മണിക്കൂർ കഴിഞ്ഞാലും ആ ഒരു നോർമൽ ഫസ്റ്റത്തെ ഫാസ്റ്റിംഗ് ലെവൽ എത്തില്ല. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് GTT ടെസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു കറക്റ്റ് അബ്സോർപ്ഷൻ നടക്കില്ല, ഗ്ലൂക്കോസിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ലിവർ ഡിസീസ് ഉണ്ടാവുകയാണെങ്കിലും ആ ഒരു കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് നമുക്ക് കിട്ടില്ല. അതുപോലെ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോതൈറോയിഡിസം, സ്റ്റാർവേഷൻ, ഇത്തരം സിറ്റുവേഷൻസിലൊന്നും നമുക്ക് കറക്റ്റായിട്ടുള്ള ഗ്ലൂക്കോസ് ടോളറൻസ് കർവ് കിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിൽ നമുക്ക് ചെയ്യുന്നത്.